നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പറഞ്ഞാൽ എടപ്പാൾ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3-4 നിലയിലാണ് ഈ ഒരു സൂപ്പർ മാർക്കറ്റ്. അടിയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് ഫുള്ള് സൂപ്പർ മാർക്കറ്റിനോട് ബന്ധപ്പെട്ടിട്ടാണ്. അതിനോട് മേലെ വരുന്നത് നമുക്ക് ഷോപ്പുകളാണ്. അതിൻ്റെ മേലെ വരുന്നത് ഫുഡ് കോർട്ട്, അതുപോലെ കുട്ടികൾക്ക് ഗെയിം, അതിൻ്റെ മേലെ ഒരു സംഭവമുണ്ട്. അതെന്തായാലും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണും. അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ സെറ്റപ്പ് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നി. കാരണം കുട്ടികൾക്കും എല്ലാവർക്കും ഭയങ്കര രസകരമായി തോന്നാവുന്ന ഒരു അടിപൊളി സംഭവമുണ്ട് ഇതിൻ്റെ മേലെ. അപ്പോൾ അതെന്തായാലും ഈ വീഡിയോ നിങ്ങൾ കാണുക, എന്നിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നോക്കി വിലയിരുത്തിയിട്ട് നമുക്ക് കമൻറ്റും രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ ഇവിടെ ഒരുപാട് ഓഫറുകളുണ്ട്. എല്ലാ സാധനത്തിൻ്റെ മുകളിലും 50%, അതുപോലെ തന്നെ പല രീതിയിലുള്ള ഓഫറുകളുണ്ട്. അപ്പോൾ ഓഫറുകളുടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം വെച്ചാൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫർ കൂടുതലായിട്ട് ഇങ്ങനെ കുറക്കുകയും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും സാധനങ്ങൾ നഷ്ടമായി പോവില്ല. കാരണം വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ, ബ്രാൻഡ് സാധനങ്ങൾ തന്നെ നമുക്ക് ഒരുപാട് ഡിസ്കൗണ്ട് റേറ്റിൽ ഇവിടെ സാധനം കിട്ടാനുണ്ട്. അപ്പം ഞാനിവിടെ 1-2 തവണ വന്നിട്ടുണ്ട്. നമ്മൾ അത്രയും നമുക്ക് വീണ്ടും വരാൻ തോന്നിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങളും നമുക്ക് കണ്ടപ്പോഴും നമുക്ക് അവിടുത്തെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമായിട്ട് നമുക്ക് അടിപൊളിയായി പർച്ചേസ് ചെയ്യാം. അതൊക്കെ അടിപൊളിയാണ്. പിന്നെ ഞാൻ രാവിലെയാണ് പോയത്, അതുകൊണ്ടാണ് തിരക്കവിടെ കുറവ്. വൈകിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ജനങ്ങളോണ്ട് അവിടെ നമുക്ക് നടക്കാൻ പറ്റില്ല, അത്രയും അധികം തിരക്കായിരിക്കും. അപ്പോൾ രാവിലെ പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ ഏരിയയും ഉണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും അതുപോലെ എല്ലാ സ്ഥലങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടുവരും. എന്നിട്ട് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാം. അപ്പം നമുക്ക് എൻ്റെ വൈഫിന് വാലൻറ്റൈൻസ് ഡേ ആയിട്ട് അപ്പം നമുക്ക് ഒരു ഗിഫ്റ്റ് വൈഫിന് കൊടുക്കുക. അപ്പോൾ വൈഫ് എന്ത് ചെയ്ത് മേടിച്ച് അവിടെ തന്നെ വെക്കാൻ നോക്കി. അപ്പം ഞാൻ സമ്മതിച്ചില്ല, സാധനം കയ്യിൽ പിടിച്ചിട്ട് പോന്നു നമ്മൾ. അപ്പോൾ എന്തായാലും വാലൻറ്റൈൻസ് ഡേ ഒക്കെ ആയിട്ട് എൻ്റെ വക ഒരു ഗിഫ്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചു. പിന്നെ കണ്ടില്ലേ ഇത്തരത്തിലധികം സാധനങ്ങളാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മളെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. അതുപോലെ വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ നട്ട്സുകളുണ്ട്, പിന്നെ പച്ചക്കറി, ഫ്രൂട്ട്സ്, എല്ലാ ഐറ്റംസും ഉണ്ട്. അതും നല്ല നീറ്റ് ഫ്രഷ് സാധനങ്ങളാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. കാരണം വെച്ചാൽ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ ഫ്രഷ് മാത്രമേ അവരവിടെ വെക്കുന്നുള്ളൂ. അതിലൊരു ഡാമേജ് പോലും നമുക്ക് കാണാൻ പറ്റില്ല. അത്രയും നീറ്റായിട്ടാണ് അവരവിടെ കൈകാര്യം ചെയ്യുന്നത്. എല്ലാ സാധനങ്ങളും ഓരോ സെക്ഷനായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് അച്ചാറുകൾ, അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ആയിട്ട് നമുക്ക് ചോറ്, അതുപോലെ ബിരിയാണി, ചിക്കൻ, അങ്ങനെ പല സ്പെഷ്യൽ ഫുഡുകൾ കാര്യങ്ങളൊക്കെ ഈ ഏരിയയിലുണ്ട്. കേക്ക്, അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ, മീൻ, അങ്ങനത്തെ ഐറ്റംസ് വേറെ സെക്ഷൻ. നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഓരോ സാധനം പർച്ചേസ് ചെയ്യാനും അതുപോലെ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടാനും അടിപൊളി തന്നെയാണ് നെസ്റ്റോ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ വന്ന നെസ്റ്റോ രക്ഷയില്ല, അടിപൊളി തന്നെയാണ്. അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഒരു രക്ഷയില്ല. സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് പിന്നെ കൂടുതലും ഓരോ സാധനങ്ങൾ വാങ്ങിക്കാനും ഡ്രസ്സുകൾ അങ്ങനത്തെ ഐറ്റംസാണ്. തേർഡ് ഫ്ലോറിൽ ഫുഡ് ഐറ്റംസ്. അത് കഴിഞ്ഞ് അതിൻ്റെ മേലെ പോയാലാണ് രസം. അപ്പം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഇതൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിൽ ആദ്യം ചെന്ന് കയറുമ്പോൾ തന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഈ ഷോപ്പുകളിലൊക്കെ ഡ്രസ്സുകളും അതുപോലെ ട്രെൻഡ്സ്, റിലയൻസ്, അതേപോലെ ഒരുപാട് ഷോപ്പുകൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഒരുപാട് ഷോപ്പുകൾ നിങ്ങൾക്ക് എല്ലാ ഷോപ്പുകളും കാണാം. നല്ല അടിപൊളിയായിട്ടുള്ള ഇതിൽ തന്നെ സെറ്റ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി വില കുറവിലും നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയ കുറേ ഷോപ്പുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഷോപ്പുകളിലൊന്നും നമ്മൾ കയറി കാണിക്കുന്നില്ല. എന്തായാലും അതൊക്കെ വലിയ വീഡിയോ ആക്കണ്ട എന്നുള്ളതിലാണ്. നിങ്ങൾക്ക് എന്തായാലും പോയ ഒരുപാട് ഗുണങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ കയറുകയാണ്. സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് ആദ്യം ചെന്ന് കയറുമ്പോൾ തന്നെ കാണുന്നത് എന്ന് വെച്ചാൽ ഗെയിം സെൻ്ററാണ്. ഗെയിം സെൻ്ററിൽ ഒരുപാട് എല്ലായിടത്തും കാണുന്ന പോലെ ഒരുപാട് കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊക്കെ കുട്ടികൾക്കൊക്കെ വന്നിരുന്ന് നേരം കളയാനും ഒക്കെ നമുക്ക് അടിയിൽ പർച്ചേസ് ചെയ്യുമ്പോൾ കുട്ടികളെ അവിടെ കൂടെ നിർത്തിയിട്ട് നമ്മൾ അവരെ നോക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെ അവിടെ നോക്കി നിർത്താം. പിന്നെ അതുപോലെ തന്നെ അവിടെ ഫുഡ് കോർട്ട്, എല്ലാ തരത്തിലുള്ള ചിക്കിങ്,
ഞാൻ ഇങ്ങനെ കൂടുതൽ പറയുന്നില്ല. എന്തായാലും ഒരുപാട് അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ നമുക്ക് ഈ ഇതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സെറ്റപ്പ് പരിപാടികളുണ്ട്. പക്ഷേ അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോകാൻ പറ്റാത്ത സാഹചര്യം കാരണം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അവിടെ പോയിട്ട് ഇതൊക്കെ കാണുക. ഇനി എന്തായാലും ഞാൻ അവിടെ പോകുമ്പോൾ ആ ഭാഗം നിങ്ങൾക്ക് എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞുതരാം. നമുക്ക് കുട്ടികളൊക്കെ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളും അതുപോലെ ഫാമിലിക്കൊക്കെ അവിടെ പോയി ഇരിക്കാനും ഇതൊക്കെ ഉണ്ട്. അവിടെ ഒരു സർവീസ് ചാർജ് അവർ വാങ്ങിക്കുന്നുണ്ട്. 50 രൂപ എന്തുകൊണ്ടാണ് അവിടെ സർവീസ് ചാർജ് വാങ്ങിക്കുന്നത്. അത് വാങ്ങിച്ചിട്ട് അവിടെ പോയി നമുക്ക് അവിടെ ഇരിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ. ബൈ.